സ്വർണത്തോടുള്ള കമ്പം കേരളത്തിൽ ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇഷ്ടമാണെങ്കിലും വെഡ്ഡിങ് സമയത്ത് ഇപ്പം വല്ലാണ്ട് പാരും സ്വർണം ഉപയോഗിക്കുന്നില്ല. അതിൽ ഒരു വിഭാഗം കാറ്റഗറി ആളുകൾ, ഇസ്ലാമിക് കാറ്റഗറി, ഓർത്തഡോക്സ് ഫാമിലിയിലുള്ള ആളുകൾ ഇപ്പോഴും സ്വർണം കുട്ടികൾക്ക് കൊടുക്കുന്നൊക്കെ ഉണ്ട്. ഇല്ല എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും റെൻ്റൽ ജ്വല്ലറീൻ്റെ ബൂമിങ് കൂടി വരുന്നുണ്ടെന്ന് വേണം നമ്മൾ പറയാൻ. കാരണം ഒരുപാട് നല്ല ഡിസൈനുകളിൽ ഇപ്പോൾ റെൻ്റൽ ജ്വല്ലറി സ്റ്റൈലിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഇഷ്ടപ്രകാരം, അതല്ലാതെ അവരുടെ വീട്ടുകാർ നിർബന്ധിക്കുക അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് നിർബന്ധിക്കുക അങ്ങനൊന്നല്ല. ക്ലയൻറ്റിന് ഇഷ്ടപ്പെടാണ്. എനിക്ക് ഈ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ അത് നല്ല ഭംഗി ഉണ്ടാവുക, സ്വർണ്ണം എനിക്ക് വേണ്ട, അല്ലെങ്കിൽ സ്വർണം അന്നത്തെ ദിവസം ഞാൻ ഇടണ്ട, അത് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴോ എന്തെങ്കിലുമൊക്കെ ഇടാന്നുള്ള രീതിയിൽ ഒരു മൈൻഡ് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ റെൻ്റൽ ജ്വല്ലറി അവരുടെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ളത് കിട്ടാണ്, സ്വർണത്തിൽ അത് കിട്ടുന്നില്ല. ഇപ്പം ബാങ്കിളിലായാലും അതേപോലെ മാലകളായാലും അവരുടെ ഡ്രസ്സിന് അനുയോജ്യമായിട്ടുള്ള സാധനം ഹൈ ക്വാളിറ്റിയോട് കൂടി കിട്ടുമ്പോൾ അവരതാണ് തിരഞ്ഞെടുക്കുന്നത്. ഇനി രണ്ടാമത്തെ കാറ്റഗറി ഉണ്ട്. നമ്മുടെ ഇപ്പം എല്ലാ കുടുംബാംഗങ്ങളും സമ്പന്നരായിക്കൊള്ളുന്നൊന്നുമില്ല. എല്ലാ മക്കൾക്കും സ്വർണം അതേപോലെ തന്നെ ആൻറ്റിക്കോട് കൂടിയിട്ടുള്ള സ്വർണ്ണമാലകളൊക്കെ കൊടുത്തോളണമെന്നില്ല. അപ്പോൾ പാവപ്പെട്ട കുട്ടികൾക്കും സാധാരണ മിഡിൽ ക്ലാസ് നിൽക്കുന്ന ആളുകളുടെ കുട്ടികൾക്കും ഉപയോഗിക്കുന്ന തരത്തിലേക്കാണ് റെൻ്റൽ ജ്വല്ലറി മാറിയിട്ടുള്ളത്. ഇപ്പം ബ്രൈഡിൻ്റെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്ന ഡിസൈനേഴ്സ് ഉണ്ടാവും. അവർ ഓരോ മാലകൾ പ്രിഫർ ചെയ്യും. ഇങ്ങനെ ഓർണമെൻറ്റ്സ് ഇട്ട് കഴിഞ്ഞാലായിരിക്കും ഇതിലും ഏറ്റവും നല്ല ഭംഗി ഉണ്ടാവുക, അല്ലെങ്കിൽ നെക്കിൽ കുറച്ച് ഇറുകി നിൽക്കുന്ന ഒരു മാലൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ ഡിസൈനർമാർ പ്രിഫർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർ പ്രിഫർ ചെയ്യുന്ന സാധനം നമ്മൾ റെൻ്റലിൽ കിട്ടും. അപ്പം ആ ഒരു ഡ്രസ്സിലേക്കും നല്ല മാച്ച് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പോൾ റെൻ്റലിന് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്.